കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 18-ാം സങ്കീർത്തനം അതിൻ്റെ 27-28 വാക്യങ്ങൾ. എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കി മാറ്റും. ദാവീദ് എന്ന ദൈവമനുഷ്യനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചപ്പോൾ അവൻ ദൈവത്തിന് പാടി മഹത്വം കൊടുത്ത ഒരു സങ്കീർത്തനമാണ് 18-ാമത്തെ സങ്കീർത്തനം. ഇവിടെ നമ്മൾ വായിച്ച വാക്യം ശ്രദ്ധിക്കണം. എളിയ ജനത്തെ ദൈവം രക്ഷിക്കും. എന്താണ്, ആരെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? ദാവീദ് എന്ന ദൈവമനുഷ്യൻ്റെ ജീവിതം നമുക്കറിയാം. വളരെ താഴ്മയുടെ അല്ലേ, ശൗലിനെ കൊല്ലുവാൻ അവൻ്റെ ഫ്രണ്ടിൽ കിട്ടിയിട്ടും അവൻ അറിയാതെ സ്തോത്രമില്ലെങ്കിൽ അവൻ അറിഞ്ഞുകൊണ്ട് ഒരു വാക്ക് മൂടിയാൽ പടയാളികൾ അല്ലെങ്കിൽ അവൻ്റെ സൈന്യാധിപന്മാർ അവനെ കൊന്നുകളയുമായിരുന്നു. എന്നാൽ സ്തോത്രം ശൗലിൻ്റെ മരണം നടന്ന ദാവീദിൻ്റെ കൈകൊണ്ടല്ല. എന്നാൽ ശൗലിനെ കൊല്ലുവാൻ തക്കവണ്ണമുള്ള എല്ലാ റൈറ്റും ഒരുപക്ഷെ ദാവീദിന് ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ ദാവീദ് അതിലേക്കൊന്നും ചിന്തിച്ചില്ല. കൊല്ലുവാൻ അവസരം കിട്ടിയപ്പോൾ സൈന്യാധിപന്മാരത് പറഞ്ഞപ്പോൾ പോലും ദാവീദ് പറഞ്ഞത്, യഹോവയുടെ അഭിഷക്തൻ്റെ മേൽ കൈവയ്ക്കരുത്. കാര്യം അഭിഷക്തനല്ലായിരുന്നിട്ടും ശൗലിനെ അഭിഷക്ത എന്ന് വിളിച്ച ദാവീദിൻ്റെ ഒരു താഴ്മ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളെ, ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും, ഒരുപക്ഷെ നമ്മുടെ ബന്ധുക്കളുടെ മുമ്പിലോ നമ്മുടെ സഹോദരങ്ങളുടെ മുമ്പിലോ ആത്മീക തലങ്ങളിലോ വിശ്വാസ സമൂഹത്തിൻ്റെ നടുവിലോ ഒക്കെ നമ്മൾ താണിരിക്കാൻ തയ്യാറായാൽ ദൈവം നമ്മെ നിശ്ചയമായിട്ട് രക്ഷിക്കും. അവൻ നമ്മെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടവരും. വേദപുസ്തകത്തിൽ ശൗലെന്ന് മാത്രമല്ല, അഹങ്കാരം ആര് പ്രവർത്തിച്ചിട്ടുണ്ടോ, അഹങ്കാരം ആര് ചെയ്തിട്ടുണ്ടോ, ഇന്നല്ലെങ്കിൽ നാളെ അവൻ തകർന്നു പോയിട്ടുണ്ട്. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും. അഹങ്കാരത്തിൻ്റെ ഉന്നതിയിൽ ആര് കയറിയിട്ടുണ്ടോ അവരെല്ലാം ദൈവം താഴ്ത്തിയിട്ടുണ്ട്. അതിന് ഉദാഹരണങ്ങൾ പലത് വേദപുസ്തകത്തിനകത്തുണ്ട്. എന്നാൽ ഇവിടെ പരാമർശിക്കുന്നത് ശൗലിനെ പറ്റിയാണ് അല്ലേ. ശൗൽ എന്ന മനുഷ്യൻ ദാവീദിനെ കൊല്ലുവാൻ തക്കവണ്ണം വളരെ ശക്തിയുക്തം പോരാടിയ മേഖലകളെ നമുക്കറിയാം. എന്നാൽ ദൈവം വിട്ടുകൊടുത്തില്ല. എന്നാൽ അഹങ്കാരത്തിൻ്റെ പ്രതീകമായിരുന്ന ശൗല് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ താണുപോകുവാൻ തക്കവണ്ണം ഇടവന്നു. ഈ ലോകത്തിൽ നിന്ന് അവൻ മാറ്റപ്പെടുകയും ചെയ്തു. ശ്രദ്ധിക്കണമേ, അതിൻ്റെ അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കി മാറ്റും. ദാവീദ് പറയുന്നു, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ അന്ധകാരത്തെ ദൈവം പ്രകാശമാക്കി മാറ്റും. എന്തായിരുന്നു ദാവീദിൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്ന അന്ധകാരം? ശ്രദ്ധിക്കണം, രാജാവായതിനു ശേഷവും രാജാവാകുന്നതിന് മുൻപും ഈ അന്ധകാരത്തിൻ്റെ ഒരു തലം ദാവീദിൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. രാജാവാകുന്നതിന് മുമ്പ് എങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും വേണ്ട, സഹോദരങ്ങൾക്ക് വേണ്ട വീട് അവൻ കണ്ടിട്ടില്ലധികം. വല്ലപ്പോഴും ഒരിക്കൽ വീട്ടിൽ വന്നു പോവുക പതിവ്. കാടുകൾക്കകത്ത് ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരങ്ങളിൽ കടന്ന ദാവീദിൻ്റെ ജീവിത സാഹചര്യം, സ്തോത്രം, അവിടെ കിന്നരം വായിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരുന്ന സാഹചര്യം, അതായിരുന്നു ഇരുട്ട്. അതിൽ നിന്ന് ദൈവം അവനെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നുള്ള സത്യമാണ്. എന്നാൽ അവിടെയും ശത്രുക്കളുടെ ഒരു സംഹാരം അവനെതിരെ കടന്നു വന്നു. യുദ്ധങ്ങൾ പല നേരിടേണ്ടി വന്നു. അന്ധകാരപൂരിതമായ അവസ്ഥ. എന്താ സംഭവിച്ച്? ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവൻ്റെ അന്ധകാരത്തെ ദൈവം പ്രകാശമാക്കി കൊടുത്തു. ഈ 18-ാം സങ്കീർത്തനം രചിക്കാൻ പോലും കാരണം സകല ശത്രുക്കളിൽ നിന്നും ദൈവം അവനെ വിടുവിച്ചതുകൊണ്ടാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ദാവീദിൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കി അതേ ദൈവം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ അന്ധകാരത്തെ, ഇരുളടയപ്പെട്ട നിങ്ങളുടെ ജീവിതത്തെ, നാളെയിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണോ ഇന്ന് രാവിലെ നീ ആയിരിക്കുന്നതെങ്കിൽ ഇന്ന് സ്തോത്രപ്രഭാതം, ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ തിരുവചനത്തെ ആധാരമാക്കി കൈമാറാം. നിൻ്റെ ഇരുട്ടെല്ലാം മാറുകയാണ്. നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ തലമുറയിൽ, നിൻ്റെ ജോലിയിൽ, നിൻ്റെ ഭാവി മണ്ഡലത്തിൽ, നിൻ്റെ കുടുംബജീവിതത്തിൽ, എവിടെയെല്ലാമാണ് ഇരുട്ട് കിടക്കുന്നത്, ഇരുട്ടിനെല്ലാം മാറ്റിക്കൊണ്ടൊരു ദൈവപ്രവൃത്തി ഇന്ന് പ്രഭാതത്തിൽ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. പ്രാർത്ഥിക്കുക, ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ ഇരുളയപ്പെട്ട ജീവിതമുണ്ടെങ്കിൽ ആ മേഖലകൾ ദൈവത്തിൻ്റെ കരം ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെടണമേ. എല്ലാ ഇരുട്ടും മാറി ഒരു പ്രകാശപൂരിതമായ അവസ്ഥ ഈ സന്ദേശം കേൾക്കുന്നവരുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ സ്വർഗം ഇടവരുത്തിയാട്ട്. അത്ഭുതങ്ങളെ ചെയ്യും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.